നിമി ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കി ഓവർസിയർ പരീക്ഷയ്ക്കായി നടത്തുന്ന റിവിഷൻ സീരീസിൻ്റെ 7ാം ഭാഗം വീഡിയോയാണ്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന ഭാഗത്തെ ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ദി സ്റ്റോൺ ജോയിൻറ്റ് പ്രിവെൻറ്റ് ലാറ്ററൽ മൂവ്മെൻറ്റ് യൂസ്ഡ് ഇൻ സ്ട്രക്ചേഴ്സ് ലൈക്ക് സീ വോൾ വെർ ലാറ്ററൽ പ്രഷർ ഈസ് മോർ. ലാറ്ററൽ മൂവ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യുന്ന സ്റ്റോൺ ജോയിൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂടാതെ സീ വോളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോൺ ജോയിൻറ്റ് ഏതാണ് എന്നുകൂടിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇത് രണ്ട് ഭാഗങ്ങളായിട്ട് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വന്ന് ഒന്നിച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ്. ലാറ്ററൽ മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന സ്റ്റോൺ ജോയിൻറ്റ് ഏതാണെന്ന് ചോദിച്ചാലും സീ വോൾ പോലെയുള്ള സ്ട്രക്ചേഴ്സിൽ ലാറ്ററൽ പ്രഷർ വരുന്ന സ്ട്രക്ചറുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റോൺ ജോയിൻറ്റ് ഏതാണെന്ന് ചോദിച്ചാലും ഒരേ ഉത്തരമാണ് വരുന്നത്. ഓപ്ഷൻസ് നോക്കാം. റസ്റ്റിക്കേറ്റഡ് ജോയിൻറ്റ്, ഡബിൾഡ് ജോയിൻറ്റ്, ടേബിൾഡ് ജോയിൻറ്റ്, പ്ലഗ്ഡ് ജോയിൻറ്റ്. ആൻസർ വരുന്നത് ടേബിൾഡ് ജോയിൻ്റ് ആണ്. ടേബിൾഡ് ജോയിൻ്റ് ആണ് ലാറ്ററൽ മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. കൂടാതെ സീ വോളുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റോൺ ജോയിൻറ്റ് ടേബിൾഡ് ജോയിൻ്റ് ആണ്. നമ്മൾ സ്റ്റോൺ മേസണറിയിൽ സ്റ്റോണിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് ഒക്കെ കൂട്ടുന്നതിന് വേണ്ടി പല സ്റ്റോണുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കേണ്ടതായി വരും. സ്റ്റോൺ ജോയിൻറ്റുകൾ എന്ന് പറയുന്നത് രണ്ട് സ്റ്റോണുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ അതിനിടയിൽ കൊടുക്കുന്നതാണ് സ്റ്റോൺ ജോയിൻറ്റ്. അത് പല രീതിയിലുള്ള ജോയിൻറ്റുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ടേബിൾഡ് ജോയിൻറ്റ് ലാറ്ററൽ മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുകയും സീ വോൾ പോലെയുള്ള സ്ട്രക്ചേഴ്സിൽ ഉപയോഗിക്കുന്ന ജോയിൻ്റാണ് ടേബിൾഡ് ജോയിൻറ്റ്. ഇതുകൂടാതെ വരുന്ന മറ്റ് ജോയിൻറ്റുകൾ പ്ലഗ്ഡ് ജോയിൻറ്റ്, പ്രധാനപ്പെട്ട മറ്റ് ചില ജോയിൻറ്റുകൾ കൂടെ നമ്മൾ പറയുന്നു. പ്ലഗ്ഡ് ജോയിൻറ്റ് കോപ്പിങ്ങിനും കോർണിസിലും ഉപയോഗിക്കുന്നത് പ്ലഗ്ഡ് ജോയിൻ്റ് ആണ്. ക്രാംപ്ഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റോണുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ അവ തമ്മിൽ അകന്നു പോകുന്നത് തടയാൻ സഹായിക്കുന്ന ജോയിൻ്റാണ് ക്രാംപ്ഡ് ജോയിൻറ്റ്. ഇത് ഡബിൾ ജോയിൻ്റ് എന്ന് പറയുന്ന ജോയിൻറ്റിന് പകരമായി ഉപയോഗിക്കുന്ന ജോയിൻറ്റ് കൂടിയാണ്. അപ്പോൾ ഡബിൾ ജോയിൻറ്റിന് പകരമായി ഉപയോഗിക്കുന്ന ജോയിൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ക്രാംപ്ഡ് ജോയിൻറ്റ്. രണ്ട് സ്റ്റോണുകൾ തമ്മിൽ അകന്നു പോകുന്ന പുൾ എപ്പാർട്ടായിട്ട് പോകുന്നത് തടയുന്നതും ഏത് ജോയിൻറ്റ് തന്നെയാണ്? ക്രാംപ്ഡ് ജോയിൻറ്റ് തന്നെയാണ്. ആഷ്ലാർ മേസണറിയുടെ എൻഡ് പോർഷൻസിൽ കൊടുക്കുന്ന ജോയിൻറ്റിനെ ഡബിൾഡ് ജോയിൻ്റ് എന്നും നമ്മൾ സാധാരണയായി ഏറ്റവും കൂടുതലായിട്ടും മോസ്റ്റ് കോമൺ ആയിട്ട് കൊടുക്കുന്ന ജോയിൻ്റാണ് ബഡ് ജോയിൻ്റ് എന്നും പറയുന്നത്. അപ്പോൾ ഇത്തരം ജോയിൻറ്റുകൾ സ്റ്റോൺ ജോയിൻറ്റിൽ നിന്ന് ഈ ഇടയ്ക്കായി ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ച് കാണുന്നു. ഈ ജോയിൻറ്റുകൾ കൂടി നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് മേസണറി ഒക്കുപ്പൈസ് എ പൊസിഷൻ ബിറ്റ്വീൻ റബിൾ മേസണറി ആൻഡ് ആഷ്ലാർ മേസണറി. സ്റ്റോൺ മേസണറിയെ പ്രധാനമായും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് റബിൾ മേസണറിയും ആഷ്ലാർ മേസണറിയുമാണ്. എന്നാൽ ഒരു ടൈപ്പ് ഓഫ് മേസണറി ഒക്കുപ്പൈസ് എ പൊസിഷൻ ബിറ്റ്വീൻ റബിൾ മേസണറി ആൻഡ് ആഷ്ലാർ മേസണറി. റബിൾ മേസണറിക്കും ആഷ്ലാർ മേസണറിക്കും ഇടയിലായി ഒരു പൊസിഷൻ, ഇവർ രണ്ടുപേരുടെയും പ്രോപ്പർട്ടീസ് വരുന്ന രീതിയിലുള്ളൊരു പൊസിഷൻ ഉള്ള മേസണറി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഡ്രൈ റബിൾ മേസണറി, ആഷ്ലാർ ഫൈൻ, കോഴ്സ്ഡ് റബിൾ ഫസ്റ്റ് സോർട്ട്, ആഷ്ലാർ ബ്ലോക്ക് ഇൻ കോഴ്സ്. ആൻസർ വരുന്നത് ആഷ്ലാർ ബ്ലോക്ക് ഇൻ കോഴ്സ് മേസണറി ആണ്. ഇത് റബിൾ മേസണറിയുടെയും ആഷ്ലാർ മേസണറിയുടെയും ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനാണ് എടുക്കുന്നത്. നമ്മൾ സ്റ്റോൺ മേസണറിയെ പ്രധാനമായും രണ്ടായാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, റബിൾ മേസണറിയും ആഷ്ലാർ മേസണറിയും. റബിൾ മേസണറി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ലാത്ത സ്റ്റോൺസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് റബിൾ മേസണറി. അത് ഒരു ഫിക്സഡ് ലെയറോടുകൂടി ചെയ്താൽ അത് കോഴ്സ്ഡ് റബിൾ മേസണറി എന്നും, എന്നാൽ ഒരു ഫിക്സഡ് ലെയർ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് അൺകോഴ്സ്ഡ് റബിൾ മേസണറി എന്നും പറയുന്നു. അതുകൂടാതെ റാൻഡം റബിൾ മേസണറി, ഇനി മോർട്ടാർ വളരെ കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഡ്രൈ റബിൾ മേസണറി, പോളിഗണൽ ഷേപ്പിലുള്ള, അതായത് പല പല ആകൃതികളിലുള്ള ഷാർപ്പ് കോർണേഴ്സ് വരുന്ന സ്റ്റോണുകൾ ചേർത്ത് വെച്ച് ലോക്ക് ചെയ്ത് നിർമ്മിക്കുകയാണെങ്കിൽ അത് പോളിഗണൽ റബിൾ മേസണറി. കൂടാതെ ഫ്ലിൻറ്റ്, നൊഡ്യൂൾസ് ഓഫ് സിലിക്ക വരുന്ന സ്റ്റോണുകളെയാണ് ഫ്ലിൻറ്റ് എന്ന് പറയുന്നത്. ആ സ്റ്റോണുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുകയാണെങ്കിൽ ഫ്ലിൻറ്റ് റബിൾ കോഴ്സ് എന്നതും നമ്മൾ ആ ഒരു റബിൾ മേസണറിയിൽ ഉപയോഗിക്കുന്നതാണ്.
ആഷ്ലാർ മേസണറി എന്നത് നമ്മൾ ഡെഫിനിറ്റ് ഷേപ്പിലേക്ക് സ്റ്റോണിനെ കൺവെർട്ട് ചെയ്ത ശേഷമാണ് ആഷ്ലാർ മേസണറിയിൽ നമ്മൾ ചെയ്യുന്നത്. അത് പല വിധത്തിലുണ്ട്. ആഷ്ലാർ ഫൈൻ, ആഷ്ലാർ റഫ് ടൂൾഡ്, ആഷ്ലാർ റോക്ക് ഓർ ക്വാറി ഫേസ്ഡ്, ആഷ്ലാർ ചാംഫേർഡ്, ആഷ്ലാർ ബ്ലോക്ക് ഇൻ കോഴ്സ് മേസണറി. ഇതിൽ തന്നെ ഈ ആഷ്ലാർ ബ്ലോക്ക് ഇൻ കോഴ്സ് മേസണറിയാണ് നമ്മൾ ഈ പറഞ്ഞ റബിൾ മേസണറിക്കും ആഷ്ലാർ മേസണറിക്കും ഇൻ ബിറ്റ്വീനായി കാണുന്നത്. ഇനി നമ്മൾ മേസണറി പഠിക്കുമ്പോൾ സ്റ്റോൺ മേസണറിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നൊരു ഭാഗമാണ് മോർട്ടാർ ജോയിൻറ്റിൻ്റെ തിക്നെസ്. അത് കോഴ്സ്ഡ് റബിൾ മേസണറി ആകുമ്പോൾ ഫസ്റ്റ് സോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ലെയറിലും ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്യാൻ ഒരൊറ്റ സിംഗിൾ സ്റ്റോൺ ആണ് എല്ലാ ലെയറിലും ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെയാണ് ഫസ്റ്റ് സോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മോർട്ടാർ തിക്നെസ് ഡസ് നോട്ട് എക്സീഡ് 10 mm എന്നാണ് പറയുന്നത്. എന്നാൽ സെക്കൻഡ് സോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലെയറിൻ്റെ ഹൈറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് 2 സ്റ്റോണുകൾ ഉപയോഗിക്കേണ്ടി വന്നാൽ അതിനെയാണ് സെക്കൻഡ് സോർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ മോർട്ടാർ തിക്നെസ് 12 mm ആണ്. എന്നാൽ ഏതെങ്കിലും ഒരു ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടാൻ നമ്മൾ സ്റ്റോൺസ് ഉപയോഗിക്കുന്നു. എന്നാൽ ഒരു സ്ഥലത്ത് നമുക്ക് 3 സ്റ്റോണുകൾ ഉപയോഗിച്ചാണ് ആ ഹൈറ്റ് കിട്ടുന്നതെങ്കിൽ അതിനെ തേർഡ് സോർട്ട് എന്ന് പറയും. അത് 16 mm ആണ്. അൺകോഴ്സ്ഡ് റബിൾ മേസണറിയിൽ, പ്രത്യേകിച്ച് ലെയറുകളൊന്നും ഫോളോ ചെയ്യാത്ത അൺകോഴ്സ്ഡ് റബിൾ മേസണറിയിൽ 12 mm തിക്നെസ്സും, റാൻഡം റബിൾ മേസണറിയിൽ ഡസ് നോട്ട് എക്സീഡ് 6 mm 6 mm കൂടാൻ പാടില്ല എന്നും, ആഷ്ലാർ ഫൈൻ മേസണറിയിൽ 3 mm കൂടാൻ പാടില്ല എന്നും പറയുന്നു. എന്നാൽ ആഷ്ലാർ റഫ് ടൂൾഡ് അല്ലെങ്കിൽ ബാസ്റ്റേർഡ് ആഷ്ലാറിൽ ഡു നോട്ട് എക്സീഡ് 6 mm എന്നും പറയുന്നു. ആഷ്ലാർ റഫ് ടൂൾഡിൻ്റെ മറ്റൊരു പേരാണ് ബസ്റ്റേർഡ് ആഷ്ലാർ എന്നതും ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾ ഓഫ് മേസണറി, മേസണറിയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ദി എമൗണ്ട് ഓഫ് ലാപ്പ് ഷുഡ് ബി മിനിമം ഓഫ് ഡാഷ് ദി ബ്രിക്ക് എലോങ് ദി ലെങ്ത് ഓഫ് വാൾ ആൻഡ് ഡാഷ് ബ്രിക്ക് അക്രോസ് ദി തിക്നെസ് ഓഫ് വാൾ. അതായത് ലാപ്പ് ലെങ്തിൽ എത്ര വരണം, അതുപോലെ തന്നെ തിക്നെസ്സിൽ എത്രയായിരിക്കണം ലാപ്പ് ഡിസ്റ്റൻസ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണയായി ലെങ്തിൻ്റെ മാത്രമാണ് കൂടുതൽ കണ്ടുവരുന്നത്. തിക്നെസ്സിൻ്റെ ലാപ്പിലും ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അപ്പോൾ ലെങ്തിൽ 1/4 1/4 ബ്രിക്ക് തിക്നെസ്സും അതുപോലെ ബ്രിക്ക് ലെങ്തും, അതുപോലെ തിക്നെസ് ആണെങ്കിൽ 1/2 1/4 1/2 ആണ് വരുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾ ഓഫ് മേസണറി ദി എമൗണ്ട് ഓഫ് ലാപ്പ് ഷുഡ് ബി മിനിമം ഓഫ് 1/4 ദി ബ്രിക്ക് എലോങ് ദി ലെങ്ത് ഓഫ് ദി വാൾ ആൻഡ് 1/2 ഹാഫ് ബ്രിക്ക് അക്രോസ് ദി തിക്നെസ് ഓഫ് ദി വാൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് അബൌട്ട് ഇംഗ്ലീഷ് ബോണ്ട്? ഇംഗ്ലീഷ് ബോണ്ടിനെ സംബന്ധിച്ച് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ബോണ്ട് എന്നാൽ ഒരു കോഴ്സ്, ഒരു ലെയർ കംപ്ലീറ്റ് സ്ട്രക്ചറും അടുത്ത ലെയർ കംപ്ലീറ്റ് ഹെഡറും വരുന്ന ഓൾട്ടർനേറ്റ് ലെയേഴ്സ് സെയിം ആയിട്ട് വരിക. ഓൾട്ടർനേറ്റ് ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലെയർ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ബോണ്ടിൽ ഒരു ലെയർ കംപ്ലീറ്റ് സ്ട്രക്ചർ ആണെങ്കിൽ തൊട്ടടുത്ത ലെയറിൽ കംപ്ലീറ്റ് ഹെഡർ ആയിരിക്കും, അതിന് മുകളിൽ വരുന്ന ലെയറിൽ വീണ്ടും സ്ട്രക്ചർ, അങ്ങനെ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ടായിരിക്കും ഒരു കോഴ്സ് വരുന്നത്. ഓൾട്ടർനേറ്റ് കോഴ്സസ് കൺസിസ്റ്റ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കോഴ്സസ് ഹെഡേഴ്സും സ്ട്രക്ചേഴ്സിനെയും കൺസിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു ലെയർ സ്ട്രക്ചർ ആണെങ്കിൽ അടുത്ത ലെയർ ഹെഡർ ആയിരിക്കും. ഈച്ച് ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആർ സെൻട്രലി സപ്പോർട്ടഡ് ഓൺ സ്ട്രക്ചേഴ്സ്. ഓരോ ഹെഡറും സ്ട്രക്ചറിൽ സെൻട്രലി സപ്പോർട്ടഡ് ആണെന്നാണ് പറയുന്നത്. എവരി ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ ബിലോ ഇറ്റ്. അതായത് ഓരോ ഹെഡറും താഴെ വരുന്ന സ്ട്രക്ചറിൻ്റെ സെൻട്രലി സപ്പോർട്ടഡ് ആണെന്നാണ് പറയുന്നത്. സ്ട്രോങ്ങസ്റ്റ് ടൈപ്പ് ഓഫ് ബോണ്ട് ആണെന്നും പറയുന്നു. ഇതിൽ തെറ്റായി വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എവരി ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രക്ചർ ബിലോ ഇറ്റ് എന്നുള്ളതാണ്. അത് ഫ്ലെമിഷ് ബോണ്ടിൻ്റെതാണ്. നമുക്കൊന്ന് നോക്കാം. ഇംഗ്ലീഷ് ബോണ്ടിൽ ഇവിടെ നോക്കിയാൽ ഇത് സ്ട്രക്ചർ, ഇത് ഓരോന്നും സ്ട്രക്ചർ ലെയറും ഇതൊരു ഹെഡർ ലെയറുമാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈച്ച് ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് സെൻട്രലി സപ്പോർട്ടഡ് ഓൺ സ്ട്രക്ചേഴ്സ്. ഓരോ ഓൾട്ടർനേറ്റ് ഹെഡറുകളും സെൻട്രലി സപ്പോർട്ടഡ് ഓൺ സ്ട്രക്ചേഴ്സ്. ഒന്നിടവിട്ട് വരുന്ന ഓരോ ഹെഡറുകളും സ്ട്രക്ചറിൻ്റെ സെൻട്രലി സപ്പോർട്ടഡ് ആയിട്ടാണ് ഇംഗ്ലീഷ് ബോണ്ടിൽ വരുന്നത്.
ഓരോ ഓൾട്ടർനേറ്റ് ഹെഡറുകളും സ്ട്രെച്ചറിൻ്റെ സെൻട്രലി സപ്പോർട്ടഡ് ആയിട്ടാണ് വരുന്നത് ഇംഗ്ലീഷ് ബോണ്ടിൽ. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്നാൽ സി നോക്കുക, എവരി ഹെഡർ ഈസ് സെൻട്രലി സപ്പോർട്ടഡ് ഓവർ എ സ്ട്രെച്ചർ ബിലോ ഇറ്റ്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ്. എവരി ഹെഡർ, എല്ലാ ഹെഡറും സെൻട്രലി സപ്പോർട്ടഡ് ഓൺ സ്ട്രെച്ചർ ആയിരിക്കും. എല്ലാ ഹെഡറും സ്ട്രെച്ചറിൻ്റെ സെൻട്രലി സപ്പോർട്ടഡ് ആയിട്ടായിരിക്കും വരുന്നത്. അത് നമുക്ക് ഫ്ലെമിഷ് ബോണ്ടിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് സി ഫ്ലെമിഷ് ബോണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ബോണ്ടിനെ സംബന്ധിച്ച് തെറ്റായതാണ്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ബോണ്ടിനെ സംബന്ധിച്ച് തെറ്റാണ്, ഫ്ലെമിഷ് ബോണ്ട് ആകുമ്പോൾ അത് കറക്റ്റുമാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Next question, the method of site exploration in which penetrometer is used under static or dynamic loading. സൈറ്റ് എക്സ്പ്ലോറേഷൻ മെത്തേഡുകളിൽ പെനിട്രോമീറ്റർ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഡീപ്പ് ബോറിംഗ്, സബ്സർഫസ് സൗണ്ടിങ്, ജിയോ ഫിസിക്കൽ മെത്തേഡ്, വാഷ് ബോറിംഗ്. പെനിട്രോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സൈറ്റ് എക്സ്പ്ലോറേഷൻ മെത്തേഡാണ് സബ്സർഫസ് സൗണ്ടിങ്. സബ്സർഫസ് സൗണ്ടിങ്ങിലാണ് നമ്മൾ പെനിട്രോമീറ്റർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സൈറ്റ് എക്സ്പ്ലോറേഷൻ മെത്തേഡ് യൂസ്ഡ് ഫോർ ബിഗ് ഇമ്പോർട്ടൻ്റ് എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ഡാംസ്. വലിയ പ്രധാനപ്പെട്ട സ്ട്രക്ചറുകൾ, ഡാം പോലെയുള്ള സ്ട്രക്ചറുകളുടെ സൈറ്റ് എക്സ്പ്ലോറേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഡീപ്പ് ബോറിംഗ്, സബ്സർഫസ് സൗണ്ടിങ്, ജിയോ ഫിസിക്കൽ മെത്തേഡ്, വാഷ് ബോറിംഗ്. ആൻസർ ഡീപ്പ് ബോറിംഗ് ആണ്. ഡാം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ വലിയ സ്ട്രക്ചറുകളുടെ സൈറ്റ് എക്സ്പ്ലോറേഷൻ നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഡീപ്പ് ബോറിംഗ് എന്ന മെത്തേഡാണ്. Next question, the method of exploration used when the exploration depth is substantial and the speed of investigation is of primary importance. പ്രൈമറി ഇമ്പോർട്ടൻസ് നമ്മൾ സ്പീഡിനാണ് കൊടുക്കേണ്ടതെങ്കിൽ, അതാണ് ഈ ഒരു സെൻറ്റൻസിലെ ഏറ്റവും പ്രധാന ഭാഗം. നമ്മൾ സ്പീഡിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, സ്പീഡിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഏത് മെത്തേഡാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സബ്സർഫസ് സൗണ്ടിങ്, ഡീപ്പ് ബോറിംഗ്, ജിയോ ഫിസിക്കൽ മെത്തേഡ്, ഓഗർ ബോറിംഗ്. ആൻസർ ജിയോ ഫിസിക്കൽ മെത്തേഡാണ്. നമ്മൾ സ്പീഡിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ, സ്പീഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് പ്രൈമറി ഇമ്പോർട്ടൻസ് എങ്കിൽ, അവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് ജിയോ ഫിസിക്കൽ മെത്തേഡാണ്. അപ്പോൾ പെനിട്രോമീറ്റർ സബ്സർഫസ് സൗണ്ടിങ്ങിലും ഡാം പോലെയുള്ള പ്രധാനപ്പെട്ട സ്ട്രക്ചറുകൾ ഡീപ്പ് ബോറിങ്ങും ആണ്. കൂടാതെ സ്പീഡിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ നമ്മൾ ജിയോ ഫിസിക്കൽ മെത്തേഡുമാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് പാർട്ടീഷൻ വാൾ ദി ഡെഡ് ലോഡ് ഓഫ് ഫ്ലോർ ഏരിയ അലൗഡ് ഈസ്. പാർട്ടീഷൻ വാൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫ്ലോർ ഏരിയയുടെ ഡെഡ് ലോഡ് എത്രയായിട്ടാണ് കണക്കാക്കുന്നത്? ആൻസർ 10 kg/m². ആണ്. ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് പാർട്ടീഷൻ വാൾ ദി ഡെഡ് ലോഡ് ഓഫ് ഫ്ലോർ ഏരിയ അലൗഡ് ഈസ് 10 kg/m². ദി ലോഡ് ഓഫ് എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ എ ഫ്ലോർ ഈസ് എ. ഒരു ഫ്ലോറിൽ നിൽക്കുന്ന ഒരാളുടെ ലോഡ്, വെയിറ്റ് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഡ് ലോഡാണോ, ലൈവ് ലോഡാണോ, സൂപ്പർ ഇമ്പോസ്ഡ് ലോഡാണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഫ്ലോറിൽ നിൽക്കുന്ന ഒരാൾ ലൈവ് ലോഡ് അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡിലാണ് ഉൾപ്പെടുന്നത്. ലൈവ് ലോഡിൻ്റെ തന്നെ മറ്റൊരു പേരാണ് സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്. നമ്മൾ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ലോഡാണ് ഡെഡ് ലോഡിൽ വരുന്നത്. കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ലോഡാണ് ഡെഡ് ലോഡിൽ വരുന്നത്. ബാക്കി ഫർണിച്ചേഴ്സ്, അതിൽ ഉള്ള ആൾക്കാരെല്ലാം തന്നെ ലൈവ് ലോഡ് അല്ലെങ്കിൽ അതുപോലെ തന്നെ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്, രണ്ടും ഒരേ ആൾ തന്നെ, രണ്ട് പേരാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെയിറ്റ് ഓഫ് സ്നോ ഓൺ എ റൂഫ് ഈസ്. റൂഫിന് മുകളിലുള്ള സ്നോ ഏത് വിഭാഗത്തിലാണ്, ഏത് ലോഡാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും ഏത് തന്നെയാണ്? ലൈവ് ലോഡ് തന്നെ ആണ്. വെയിറ്റ് ഓഫ് സ്നോ ഓൺ എ റൂഫ് ഈസ് ലൈവ് ലോഡ്. മെറ്റീരിയൽസിൻ്റെ വെയിറ്റാണ് നമ്മൾ ഡെഡ് ലോഡിൽ കണക്കാക്കുന്നത്. ദി സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് ഫോർ ദി ഫ്ലോർസ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഹോസ്പിറ്റൽ റൂം, വാർഡ് ആൻഡ് ഹോട്ടൽ ബെഡ്റൂം എക്സെട്ര ഇൻ kg/m². സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്, അതായത് നമ്മൾ ലൈവ് ലോഡ് ആണെങ്കിലും അതിനെ ഡെഡ് ലോഡിലേക്ക് കൺവെർട്ട് ചെയ്താണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടേബിൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നാണ് ഈ ചോദ്യം. പ്രധാനമായിട്ടും നമ്മളതിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്. ആ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലെ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 250 kg/m² ആണ്. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലെ ഫ്ലോർസിൽ വരുന്ന സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് നമ്മൾ 250 kg/m² എന്നാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the maximum gross pressure at the base of the foundation at which the soil mass fails in shear.
സോയിൽ മാസ് ഫെയിൽ ചെയ്യുന്ന ഗ്രോസ് പ്രഷർ ഇൻറ്റൻസിറ്റിയെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോയിൽ മാസ് ഫെയിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൽ മനസ്സിലാകും അത് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആയിരിക്കും. അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിയിൽ എത്തുമ്പോഴാണ് സോയിൽ ഫെയിൽ ആവാൻ തുടങ്ങുന്നത്. അപ്പോൾ മാക്സിമം ഗ്രോസ് പ്രഷർ അറ്റ് ദി ബേസ് ഓഫ് ദി ഫൗണ്ടേഷൻ അറ്റ് വിച്ച് സോയിൽ മാസ് ഫെയിൽസ് ഇൻ ഷിയർ എന്ന് പറഞ്ഞാൽ അത് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിയാണ്. അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കിട്ടുന്നത്. അപ്പോൾ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണെന്ന് കൂടി ഓർത്തു വയ്ക്കേണ്ടതാണ്. 13ാമത്തെ ചോദ്യം, ദി ഹൈറ്റ് ഓഫ് ദി വാൾ ടു ബി റൈസ്ഡ് പെർ ഡേ ഷുഡ് ബി ലിമിറ്റഡ് ടു ഡാഷ് മീറ്റർ ഇൻ ലൈം മോർട്ടാർ ആൻഡ് ഡാഷ് മീറ്റർ ഇൻ സിമെൻറ്റ് മോർട്ടാർ. ലൈം മോർട്ടാറിൽ നമ്മൾ ഒരു ഭിത്തി കെട്ടുമ്പോൾ എത്ര ഹൈറ്റ് വരെയാണ് ഒരു ദിവസം കെട്ടാവുന്നത്? അതേപോലെ സിമെൻറ്റ് മോർട്ടാർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഭിത്തി കെട്ടുമ്പോൾ എത്ര ഹൈറ്റ് വരെയാണ് നമുക്കൊരു ദിവസം ചെയ്യാവുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ലൈം മോർട്ടാർ ആണെങ്കിൽ 1 മീറ്റർ ഹൈറ്റാണ് നമുക്കൊരു ദിവസം ചെയ്യാവുന്നത്. എന്നാൽ സിമെൻറ്റ് മോർട്ടാർ ആണെങ്കിൽ നമുക്ക് 1.5 മീറ്റർ ഹൈറ്റ് വരെ ചെയ്യാവുന്നതാണ്. ദി ട്രീസ് ഷുഡ് നോട്ട് ബി പ്ലാന്റഡ് നിയർ ദി ബിൽഡിംഗ് വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ്. നമുക്ക് ബിൽഡിങ്ങിനടുത്ത് ട്രീസ് എത്ര ഡിസ്റ്റൻസ് വരെ പ്ലാന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റിൽ 8 മീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദി ട്രീസ് ഷുഡ് നോട്ട് ബി പ്ലാന്റഡ് നിയർ ദി ബിൽഡിംഗ് വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് 8 മീറ്റർ. ട്രാൻസ്പിറേഷൻ്റെയും ഒക്കെ ഭാഗമായിട്ട് കൂടിയാണത് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ട്രീ, നമ്മുടെ ഒരു മരം ഒരു കാരണവശാലും 8 മീറ്ററിനുള്ളിൽ വീടിനോട് ചേർന്ന് നമ്മൾ വയ്ക്കുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദി ട്രീസ് ഷുഡ് നോട്ട് ബി പ്ലാന്റഡ് നിയർ ദി ബിൽഡിംഗ് വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് 8 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പ്രെഡ് ഫൂട്ടിംഗ് ഫോർ എ വാൾ ഈസ് നോൺ ആസ്. ഒരു ഭിത്തി, ഒരു വാളിന് താഴെ വരുന്ന സ്പ്രെഡ് ഫൂട്ടിങ്ങിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രിപ്പ് ഫൂട്ടിംഗ്, പാഡ് ഫൂട്ടിംഗ്, സ്ട്രാപ്പ് ഫൂട്ടിംഗ്, സ്പ്രെഡ് ഫൂട്ടിംഗ്. സ്പ്രെഡ് ഫൂട്ടിംഗ് ഫോർ എ വാൾ ഈസ് നോൺ ആസ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്നാണ് അതിൻ്റെ പേര്. വാളിന് താഴെ വരുന്ന സ്പ്രെഡ് ഫൂട്ടിങ്ങിനെ വിളിക്കുന്ന പേര് സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്നാണ്. 16ാമത്തെ ചോദ്യം, സ്പ്രെഡ് ഫൂട്ടിംഗ് ഫോർ എ സിംഗിൾ കോളം. ഒരു സിംഗിൾ കോളത്തിന് താഴെ കൊടുക്കുന്ന സ്പ്രെഡ് ഫൂട്ടിങ്ങിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രിപ്പ് ഫൂട്ടിംഗ്, സ്ട്രാപ്പ് ഫൂട്ടിംഗ്, പാഡ് ഫൂട്ടിംഗ്, ഗ്രില്ലേജ്, ഫൗണ്ടേഷൻ. ഒരു സിംഗിൾ കോളത്തിന് താഴെ കൊടുക്കുന്ന ഫൂട്ടിങ്ങിനെ പാഡ് ഫൂട്ടിംഗ് അഥവാ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു സിംഗിൾ കോളത്തിന് താഴെ വരികയാണെങ്കിൽ അത് പാഡ് ഫൂട്ടിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫൗണ്ടേഷൻ യൂസ്ഡ് വെൻ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ഈസ് വെരി പുവർ ആൻഡ് when it is to distribute heavy concentrated load over large area. heavy concentrated load over large area എന്നത് ഓപ്ഷൻസ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ, റാഫ്റ്റ് ഫൗണ്ടേഷൻ, കമ്പൈൻഡ് ഫൂട്ടിംഗ്. വളരെ വലിയ ഒരു ലോഡ്, ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡ് ലാർജ് ഏരിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് റാഫ്റ്റ് ഫൗണ്ടേഷൻ ആയിരിക്കും. ഹെവി കോൺസെൻട്രേറ്റഡ് ലോഡ് ലാർജ് ഏരിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മളത് റാഫ്റ്റ് ഫൗണ്ടേഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൈൽസ് ഡ്രിവൺ അറ്റ് ആൻ ഇൻക്ലിനേഷൻ ടു റെസിസ്റ്റ് ലാർജ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്. ഹൊറിസോണ്ടൽ ഫോഴ്സസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന പൈലുകളുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോമ്പാക്ഷൻ പൈൽസ്, ആങ്കർ പൈൽസ്, ബാറ്റർ പൈൽസ്, അപ്ലിഫ്റ്റ് പൈപ്പ്. നമുക്കറിയാം ഹൊറിസോണ്ടൽ ഫോഴ്സസിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻക്ലിനേഷനിൽ കൊടുക്കുന്ന പൈലുകളെ നമ്മൾ ബാറ്റർ പൈൽസ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെമ്പററി സ്ട്രക്ചേഴ്സ് വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് സോ ആസ് ടു റിമൂവ് വാട്ടർ ആൻഡ് സോയിൽ ഫ്രം ആൻ ഏരിയ ആൻഡ് മേക്ക് ഇറ്റ് പോസിബിൾ ടു ക്യാരി ഔട്ട് കൺസ്ട്രക്ഷൻ വർക്ക് അണ്ടർ വാട്ടർ. വാട്ടറിൽ കൺസ്ട്രക്ഷൻ നടത്തുന്നതിനായി അത്രയും സ്ഥലത്തെ വാട്ടറിനെ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു നദിയിൽ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്തണമെങ്കിൽ അത്രയും ഭാഗത്തെ വെള്ളത്തെ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. താൽക്കാലികമായി നമുക്ക് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഈ ഭാഗത്തെ വെള്ളത്തെ താൽക്കാലികമായി നീക്കം ചെയ്യുന്നതിന് വേണ്ടി ചുറ്റും നമ്മൾ കെട്ടിവെക്കുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് കോഫർ ഡാം എന്നാണ്. കോഫർ ഡാം. പെർമനൻറ്റ് സ്ട്രക്ചേഴ്സിനെ നമ്മൾ കേസൺ എന്നാണ് വിളിക്കുന്നത്.
ഇങ്ങനെ നമ്മൾ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷനിൽ ഒരു സ്ട്രക്ചർ പെർമനൻ്റ് ആയിട്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ കേസൺ എന്നും ടെമ്പററി സ്ട്രക്ചർ ആണെങ്കിൽ അതിനെ കോഫർ ഡാം എന്നും വിളിക്കുന്നു. വെർട്ടിക്കൽ മെമ്പേഴ്സ് ഓഫ് സ്കഫോൾഡിംഗ് ആർ കോൾഡ്. സ്കഫോൾഡിങ്ങിൽ നമ്മൾ 1.5 മീറ്ററിനേക്കാൾ ഹൈറ്റിലേക്ക് കൺസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അവിടെ നമ്മളൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് കിട്ടുന്നതാണ് സ്കഫോൾഡിങ്. ഈ സ്കഫോൾഡിങ്ങിൽ വെർട്ടിക്കൽ മെമ്പേഴ്സ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്നാണ് പറയുന്നത്. വെർട്ടിക്കൽ മെമ്പേഴ്സ് ഓഫ് സ്കഫോൾഡിങ്ങിന് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നു. പ്ലാസ്റ്റർ അപ്ലൈഡ് ഇൻ എക്സ്റേ റൂംസ് ടു പ്രൊട്ടക്റ്റ് ദി പേഴ്സൺസ് വർക്കിംഗ്. എക്സ്റേ റൂമുകളിൽ അവിടെ വർക്ക് ചെയ്യുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഏത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്ലാസ്റ്ററിംഗ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്റേ റൂമിൽ നമ്മൾ കൊടുക്കുന്നത് ബേരിയം പ്ലാസ്റ്റർ ആണ്. എക്സ്റേ റൂമിൽ നമ്മൾ കൊടുക്കുന്നത് ബേരിയം പ്ലാസ്റ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി പെയിൻറ്റഡ് സർഫസ് ഈസ് ക്ലിയർലി സീൻ ദെൻ ദി ഡിഫക്റ്റ് ഇൻ പെയിൻറ്റിംഗ് ഈസ്. നമ്മൾ പെയിൻറ്റിങ് ചെയ്തതിന് ശേഷവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആണെങ്കിൽ അത്തരം ഡിഫക്റ്റിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പെയിൻറ്റഡ് സർഫസിൽ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വിസിബിളായിട്ട് കാണാൻ സാധിക്കുമെങ്കിൽ അത്തരം ഡിഫക്റ്റിനെ നമ്മൾ ഗ്രിന്നിങ് എന്നാണ് പറയുന്നത്. ഗ്രിന്നിങ് ആണ് ഈ ഒരു ഭാഗത്ത് ഡിഫക്റ്റായിട്ട് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആകുമ്പോൾ ആ ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്രിന്നിങ്. ദി പോഴ്സ് ഓൺ ദി സർഫസ് ഫിൽഡ് അപ്പ് വിത്ത് ബോയിൽഡ് ലിൻസീഡ് ഓയിൽ. വാർണിഷിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ പോഴ്സൊക്കെ സർഫസിലുള്ളതിനെ ബോയിൽഡ് ലിൻസീഡ് ഓയിൽ വെച്ച് ഫില്ല് ചെയ്യാറുണ്ട്. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേര് സ്റ്റോപ്പിംഗ് എന്നാണ്. ലിൻസീഡ് ഓയിൽ ബോയിൽ ചെയ്ത് ഫില്ല് ചെയ്യുന്ന ഈ ഒരു പോഴ്സ് ഫില്ല് ചെയ്യുന്നതിന് സ്റ്റോപ്പിംഗ് എന്നും, എന്നാൽ ടിമ്പറിൽ കാണപ്പെടുന്നൊരു ഡിഫക്റ്റാണ് നോട്ട്. ഈ നോട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നതിനെ, നോട്ട് ഫില്ല് ചെയ്യുന്നതിന് നമ്മൾ നോട്ടിംഗ് എന്നുമാണ് പറയുന്നത്. According to NBC, if a building offers a fire resistance for 4 hours, NBC അനുസരിച്ച് 4 മണിക്കൂർ ഫയർ റെസിസ്റ്റൻസ് നൽകുന്ന ഒരു വീടിനെ ഏത് ടൈപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഫയർ റെസിസ്റ്റൻസിനെ അടിസ്ഥാനമാക്കി ബിൽഡിങ്ങിനെ 4 ടൈപ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. 4 hours ഫയർ റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിനെ ടൈപ്പ് 1 എന്നും, 3 hours ഫയർ റെസിസ്റ്റൻസ് നൽകുകയാണെങ്കിൽ അതിനെ ടൈപ്പ് 2 എന്നും, 2 hours ഫയർ റെസിസ്റ്റൻസ് നൽകുകയാണെങ്കിൽ അതിന് ടൈപ്പ് 3 എന്നും, 1 hour ഫയർ റെസിസ്റ്റൻസ് നൽകുകയാണെങ്കിൽ അതിന് ടൈപ്പ് 4 എന്നും പറയുന്നു. അപ്പോൾ 4 hours ഫയർ റെസിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ടൈപ്പ് 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നർ സർഫസ് ഓഫ് ആൻ ആർച്ച് ഈസ്. ആർച്ചിൻ്റെ ഇന്നർ സർഫസിനെ വിളിക്കുന്ന പേര് സോഫിറ്റ് എന്നാണ്. ആർച്ചിൻ്റെ ഇന്നർ കർവിനെയാണ് ഇൻട്രഡോസ് എന്ന് വിളിക്കുന്നത്, ഔട്ടർ കർവിനെ എക്സ്ട്രഡോസ് എന്ന് വിളിക്കുന്നു, ഇന്നർ സർഫസിനെ സോഫിറ്റ് എന്നാണ് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ പ്രധാനപ്പെട്ട ഭാഗത്തു നിന്നും നിമിയുടെ ടെക്സ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള 25 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും അടുത്തൊരു ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.